ഫ്രണ്ട്സ്, ഈ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ടൈം ഡൊമൈൻ സ്പെസിഫിക്കേഷനിലോ അതിന് റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു പ്രോബ്ലമാണ്. എ യൂണിറ്റി ഫീഡ്ബാക്ക് കൺട്രോൾ സിസ്റ്റം ഹാസ് എൻ ഓപ്പൺ ലൂപ്പ് ട്രാൻസ്ഫർ ഫംഗ്ഷൻ g of s is equal to 10 by s into s plus 2. Find the rise time, percentage overshoot, peak time and settling time for a unit step input of 12 units എന്നാണ് നമ്മൾക്ക് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ജി ഓഫ് എസ് നമുക്ക് ഇവിടെ തന്നിട്ടുണ്ട്. ആൻഡ് നമുക്ക് റൈസ് ടൈം, അതായത് ഓവർഷൂട്ട്, പീക്ക് ടൈം, സെറ്റിലിംഗ് ടൈം ഒക്കെ കണ്ടുപിടിക്കണം. ആൻഡ് സ്റ്റെപ്പ് ഇൻപുട്ട് ഓഫ് 12 യൂണിറ്റ്സ് നമ്മളത് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ 12 യൂണിറ്റ് നമ്മൾ ഉപയോഗിക്കേണ്ടി വരാം. അവിടെ 8000% ഓവർഷൂട്ട് കണ്ടുപിടിക്കുമ്പോഴാണ് അത് ആവശ്യം വരിക. നമുക്കിത് എങ്ങനെയാണ് ചെയ്യാൻ നോക്കാം. അപ്പോൾ നമ്മൾ ആദ്യം ക്ലോസ് ലൂപ്പ് ട്രാൻസ്ഫർ ഫംഗ്ഷൻ കണ്ടുപിടിക്കുക. സി ഓഫ് എസ് ബൈ ആർ ഓഫ് എസ് എന്ന് പറയുന്നത് ജി ഓഫ് എസ് ബൈ 1 പ്ലസ് ജി ഓഫ് എസ് ആണ്. അപ്പോൾ ജി ഓഫ് എസ് എന്ന് പറയുന്നത് 10 ബൈ എസ് ഇൻറ്റു എസ് പ്ലസ് 2 അല്ലേ. അപ്പോൾ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എന്ത് വരും? 10 ബൈ എസ് ഇൻറ്റു എസ് പ്ലസ് 2 ബൈ 1 പ്ലസ് 10 ബൈ എസ് ഇൻറ്റു എസ് പ്ലസ് 2 നമുക്കവിടെ വരും. അതിന് ശേഷം നമ്മളിവിടെ എൽ സി എം എടുക്കാം. ഈ 1 ആയിട്ട് ഇതിനെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്ത് വരും? 10 ബൈ എസ് ഇൻറ്റു എസ് പ്ലസ് 2 ബൈ എസ് ഇൻറ്റു എസ് പ്ലസ് 2 പ്ലസ് 10 ബൈ എസ് ഇൻറ്റു എസ് പ്ലസ് 2 നമുക്കവിടെ വരും. അപ്പോൾ നമുക്കിവിടെ എസ് ഇൻറ്റു എസ് പ്ലസ് 2നെ നമുക്കവിടെ ക്യാൻസൽ ചെയ്തിട്ട് കളയാം. അപ്പോൾ അവിടെ എന്താവും? സി ഓഫ് എസ് ബൈ ആർ ഓഫ് എസ് എന്ന് പറയുന്നത് 10 ബൈ ഇത് ഉള്ളിലേക്ക് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എസ് സ്ക്വയർ പ്ലസ് 2s പ്ലസ് 10 നമുക്കവിടെ വരും. ഇനി ക്ലോസ് ടു ട്രാൻസ്ഫർ ഫംഗ്ഷൻ്റെ ജനറൽ ഇക്വേഷൻ, അതായത് ഒമേഗ എൻ സ്ക്വയർ ബൈ എസ് സ്ക്വയർ പ്ലസ് 2 സീറ്റ ഒമേഗ എൻ എസ് പ്ലസ് ഒമേഗ എൻ സ്ക്വയർ ആണ്. അപ്പോൾ അത് തമ്മിൽ കമ്പയർ ചെയ്യാം. അപ്പോൾ കമ്പയർ ചെയ്യുമ്പോൾ ഒമേഗ എൻ സ്ക്വയറിൻ്റെ സ്ഥാനത്താണ് നമുക്കിവിടെ 10 വരുന്നത്. ആൻഡ് എസിൻ്റെ കോഎഫിഷ്യൻ 2 സീറ്റ ഒമേഗ എൻ്റെ സ്ഥാനത്താണ് ഇവിടെ 2 വരുന്നത്. അത് തമ്മിൽ നമ്മൾ ഇക്വേറ്റ് ചെയ്യാം. അവിടെ ഒമേഗ എൻ സ്ക്വയർ ഇസ് ഇക്വൽ ടു 10 എന്ന് പറയുമ്പോൾ ഒമേഗ എൻ്റെ വാല്യൂ √10 3.612 റാഡ് പെർ സെക്കൻഡ് നമുക്കവിടെ വരും. ആൻഡ് സീറ്റ എന്ന് പറയുന്നത് കണ്ടുപിടിക്കാൻ എന്താ ചെയ്യുക? എസിൻ്റെ കോഎഫിഷ്യൻറ്റ് 2 സീറ്റ ഒമേഗ എൻ 2 ആയിട്ട് ഇക്വേറ്റ് ചെയ്യുക. അപ്പോൾ അവിടെ നമുക്ക് എന്ത് വരും? സീറ്റ ഇസ് ഇക്വൽ ടു 2 ബൈ 2 ഒമേഗ എന്ന് വരും. അപ്പോൾ ആ 2 നമുക്കവിടെ ക്യാൻസൽ ചെയ്തിട്ട് കളയാം. അപ്പോൾ അവിടെ 1 ബൈ ഒമേഗ എൻ എന്ന് പറയുന്നത് 1 ബൈ √10 എന്ന് പറയുന്നത് എത്ര വരും? 0.316 എന്ന് നമുക്കവിടെ വരും. ഇനി ക്വസ്റ്റ്യനിൽ ഫസ്റ്റ് പറഞ്ഞിട്ടുള്ളത് റൈസ് ടൈം കണ്ടുപിടിക്കാനായിട്ടാണ്. അപ്പോൾ ടി ആർ ഇസ് ഇക്വൽ ടു പൈ മൈനസ് തീറ്റ ബൈ ഒമേഗ ഡി, അതാണ് ഇക്വേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ തീറ്റ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ടാൻ ഇൻവേഴ്സ് √1 മൈനസ് സീറ്റ സ്ക്വയർ ബൈ സീറ്റയാണ്. അപ്പോൾ സീറ്റ നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ചിരുന്നു 0.316 ആണ്. അപ്പോൾ നമ്മളത് ഈ ഇക്വേഷനിൽ നമ്മളിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് വരും? 1.249 റേഡിയൻ നമുക്കവിടെ വരും. ഇനി ഒമേഗ ഡി നമ്മൾ കണ്ടുപിടിക്കണം. ഒമേഗ ഡി ഇസ് ഇക്വൽ ടു ഒമേഗ ആൻഡ് √1 മൈനസ് സീറ്റ സ്ക്വയർ ആണ്. ഒമേഗ ആൻഡ് സീറ്റ നമ്മളിവിടെ കണ്ടുപിടിച്ചിട്ടുണ്ട്. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഇവിടെ 3.162 √1 മൈനസ് 0.316 സ്ക്വയർ ചെയ്യുമ്പോൾ എന്ത് വരും? അവിടെ 3 റാഡ് പെർ സെക്കൻഡ് നമുക്കവിടെ വരും. സോ നമുക്കിവിടെ ഇനി ടി ആറിലേക്ക് നമ്മളിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അതായത് റൈസ് ടൈമിൻ്റെ ഇക്വേഷൻ ഇതാണ്. അപ്പോൾ പൈ മൈനസ് തീറ്റയ്ക്ക് നമ്മൾ 1.249 കൊടുക്കാം. അതിൻ്റെ ഒമേഗ ഡിക്ക് 3 കൊടുക്കാം. അപ്പോൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് വരും? 0.63 സെക്കൻഡ് നമുക്കവിടെ വരും. ഇതാണ് റൈസ് ടൈം. ഇനി അടുത്തത് കണ്ടുപിടിക്കേണ്ടത് പെർസെൻറ്റേജ് ഓവർഷൂട്ടാണ്. അപ്പോൾ പെർസെൻറ്റേജ് എം പി അതിൻ്റെ ഇക്വേഷൻ എന്തായിരുന്നു? ഇ റേസ് ടു മൈനസ് സീറ്റ പൈ ബൈ √1 മൈനസ് സീറ്റ സ്ക്വയർ. നമ്മളവിടെ സീറ്റയുടെ വാല്യൂ 0.316 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അവിടെ ഇ റേസ് ടു മൈനസ് 0.316 പൈ ബൈ √1 മൈനസ് 0.316 സ്ക്വയർ നമുക്കവിടെ വരും ഇൻറ്റു 100% ആയതുകൊണ്ട്. അപ്പോൾ ഇത് സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് വരും? 0.3512 ആണ് വാല്യൂ വരിക. ഇൻറ്റു 100 എന്ന് പറയുമ്പോൾ നമുക്കവിടെ 35.12%. ഇനി നമുക്ക് നമ്മുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് സ്റ്റെപ്പ് ഇൻപുട്ട് ഈസ് 12 യൂണിറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവിടെ പെർസെൻറ്റേജ് എം പി എങ്ങനെയായിരിക്കും വരാം? 35.12 ബൈ 100 ഇൻറ്റു 12 ചെയ്യണം. അപ്പോൾ എത്ര വരും? 4.2144 യൂണിറ്റ് നമുക്കവിടെ വരും. ഇനി അടുത്തത് പീക്ക് ടൈം കണ്ടുപിടിക്കാനായിട്ട്. അപ്പോൾ പീക്ക് ടൈമിൻ്റെ ഇക്വേഷൻ ടി പി ഇസ് ഇക്വൽ ടു പൈ ബൈ ഒമേഗ ഡി ആണ്. ഒമേഗ ഡി നമ്മൾ റൈസ് ടൈം കണ്ടുപിടിക്കാൻ ഓൾറെഡി കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നു. 3 റാഡ് പെർ സെക്കൻഡ് ആണ് വന്നത്. സോ ടി പി ഇസ് ഇക്വൽ ടു പൈ ബൈ 3 എന്ന് പറയുന്നത് 1.047 സെക്കൻഡ് നമുക്കവിടെ വരും. ഇനി അടുത്തത് സെറ്റിലിംഗ് ടൈം കണ്ടുപിടിക്കണം. അപ്പോൾ സെറ്റിലിംഗ് ടൈം ടി എസ് ഇസ് ഈക്വൽ ടു 3 ബൈ സീറ്റ ഒമേഗ എൻ ആണ്. അത് 5% എററാണെങ്കിൽ ഇപ്പോൾ സീറ്റയുടെയും ഒമേഗ എൻ്റെയും വാല്യൂ നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് വരും? അവിടെ 3 ബൈ 0.316 ഇൻറ്റു 3.162 ഇസ് ഈക്വൽ ടു ഇത് അപ്രോക്സിമേറ്റ്ലി 1 ആണ്. അതുകൊണ്ട് നമുക്കവിടെ 3 സെക്കൻഡ് നമുക്കവിടെ വരും. ആൻഡ് ടി എസ് ഇസ് ഈക്വൽ ടു 4 ബൈ സീറ്റ ഒമേഗ എൻ, അത് എപ്പോഴാണെങ്കിൽ 2% എററാണെങ്കിലാണ്. അവിടെ 4 ബൈ 0.316 ഇൻറ്റു 3.162 ചെയ്യുമ്പോൾ അവിടെ എത്ര വരും? അവിടെ 4 സെക്കൻഡ് നമുക്ക് വരും. അതാണ് അവിടെ സെറ്റിലിംഗ് ടൈം എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് 5%-നും അതുപോലെ 2% നമ്മൾ കണ്ടുപിടിച്ചു.